അറിയണേട്ടാ നമുക്ക് വലിയ സംഗതിയാണെന്നൊക്കെ തോന്നും. ഇപ്പോൾ പുതിയൊരു സംഭവം വരുന്നുണ്ട്. അതായത് ലോക ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെട്ട പ്രവാചകനായിരുന്നു സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി, മില്ലത്തു ഇബ്രാഹിം എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തിന് പറയും. മില്ലത്ത് ഇബ്രാഹിം ഹനീഫ. ഉമ്മത്തു ഇബ്രാഹിം എന്നും പറയും. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ വാഹിദ. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒറ്റയ്ക്കൊരു സമുദായമായിരുന്നു. ചില വാക്കുകൾ അതിൻ്റെ യഥാർത്ഥ ഭാഗത്തു നിന്ന് തെറ്റിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് മില്ലത്ത്, ഉമ്മത്ത് തുടങ്ങിയ വാക്കുകൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ലോക ചരിത്രത്തിൽ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നടന്നൊരു മനുഷ്യനാണ്. നടന്ന് കാല് തേഞ്ഞിട്ടുണ്ട്. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് രണ്ട് മക്കളാണ്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമും സയ്യിദുന ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമും. ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഹാജറ ബീവിയും മക്കയിലേക്ക് താമസം മാറി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്കയിൽ കൊണ്ടുവന്ന് ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും താമസിപ്പിച്ചു. അങ്ങനെ ഇസ്മായിൽ അലൈഹി ഇസ്ലാം വളർന്ന് മക്കയിൽ വന്ന് താമസമാക്കിയ ഒരു കച്ചവടക്കാരിൽ നിന്ന് കല്യാണം കഴിച്ച്, ആദ്യൊരു കല്യാണം കഴിച്ചു. വാപ്പാൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ആ സ്ത്രീയെ മൊഴിചൊല്ലി രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അതിൽ മക്കളുണ്ടായി. അങ്ങനെ മക്കയിൽ ജനവാസം അധികരിച്ചു. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയാണ് മക്കയിൽ ഭൂരിഭാഗവും ഉള്ളത്. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ് സയ്യിദുന യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ഇസ്രായേൽ എന്ന ഒരു ഓമനപ്പേരുണ്ടായിരുന്നു. ഇസ്ർ എന്ന് പറഞ്ഞാൽ അബ്ദ് എന്നും ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നുമാണ് അർത്ഥം. അപ്പം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നാണ് അറബിയിൽ അതിൻ്റെ അർത്ഥം. അത് അറബി അല്ലാത്ത അനറബി ഭാഷയാണ് ഇസ്രായേൽ എന്നത്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓമനപ്പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായേൽ. ലോകത്ത് വന്ന 99% അമ്പിയാക്കളും ബനു ഇസ്രായേലാണ്. അതായത് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിലാണ്. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള ആളുകൾ എന്നുള്ള നിലയിൽ ഇബ്രാഹിം നബിൻ്റെ ആൾക്കാർ മില്ലത്തു ഇബ്രാഹിം, ഉമ്മത്തു ഇബ്രാഹിം, ഇബ്രാഹിമിയത്തിൻ്റെ ആൾക്കാർ, വേദക്കാർ എന്ന പുതിയ പ്രയോഗങ്ങൾ വരുന്നുണ്ട്. ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ജൂതന്മാരെയും മറ്റൊന്ന് ക്രിസ്ത്യാനികളെയും മറ്റൊന്ന് മുസ്ലിങ്ങളെയുമാണ്. ഇന്നത്തെ ഇസ്രായേലർ എന്ന് പറയുന്നത് യാക്കൂബ് നബിയുടെ മക്കളായ ബനു ഇസ്രായേൽ അല്ല കേട്ടോ, അങ്ങനെ മനസ്സിലാക്കരുത്. അത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളും അറബികൾ തന്നെയാണ്, ഇസ്ഹാഖ് നബിയുടെ മക്കളും അറബികൾ തന്നെയാണ്. അല്ലാതെ അതൊരിക്കലും വേറൊരു വിഭാഗമല്ല. ഇസ്മായിൽ അലൈഹി ഇസ്ലാം മക്കയിലേക്ക് താമസം മാറി. ഇസ്മായിലിൻ്റെ സന്താന പരമ്പര മക്കയിലാണ് ഉണ്ടായത്. അതും അറബികളാണ്. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബം ഫലസ്തീനിലും അനുബന്ധ സ്ഥലങ്ങളിലും താമസിച്ചിരുന്നു. അതും അറബികൾ തന്നെയാണ്. ഇന്നത്തെ ഇസ്രായേലർ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറി താമസിച്ചിട്ടുള്ള ജൂതന്മാരാണ്. ജൂതന്മാർ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് അടിസ്ഥാന ജൂതന്മാരും, രണ്ട് ജൂതമതത്തിലേക്ക് മാറിയ ആളുകളും. ജൂതമതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത ആളുകളെയാണ് ഇന്ന് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആളുകൾ എന്ന് അവരെ പരിചയപ്പെടുത്തുമെങ്കിലും അവർ ജൂതന്മാർ തന്നെയാണ്. അടിസ്ഥാന ജൂതന്മാരല്ല എന്ന് മാത്രം. അടിസ്ഥാന ജൂതന്മാരെ ജൂതന്മാർ എന്നും ജൂതമതത്തിലേക്ക് മാറിയവരെ ക്രിസ്ത്യാനികൾ എന്നും വിളിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇത് രണ്ടുമല്ല യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പര എന്ന് പറയുന്ന ബനു ഇസ്രായേൽ. ആ ബനു ഇസ്രായേലികൾ ഇന്നത്തെ മുസ്ലിങ്ങൾ തന്നെയാണ്. കാരണം
യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ശേഷം നബിമാർ വന്നു, അവരെ കൊണ്ട് വിശ്വസിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം വന്നു, മൂസാ നബിനെ കൊണ്ട് വിശ്വസിച്ചു. ഈസാ നബി അലൈഹി ഇസ്ലാം വന്നു, ഈസാ നബിനെ കൊണ്ട് വിശ്വസിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. വിശ്വസിക്കാതെ വളരെ കുറഞ്ഞ ആളുകൾ മാറി നിന്നിരുന്നു. എല്ലാ കാലത്തേക്കുമല്ല, ചില കാലത്തേക്ക്. ഇതെല്ലാം ചേർത്തുകൊണ്ട് മില്ലത്തു ഇബ്രാഹിം, ഉമ്മത്തു ഇബ്രാഹിം, വേദക്കാർ, ഇബ്രാഹിമി ആളുകൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു പുതിയ രീതി വന്നു ചേർന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് സർവമത സത്യവാദം വന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിന് ഘടകവിരുദ്ധമായ വാദമാണ് സർവമത സത്യവാദം എന്നത്. സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാ മതവും ശരിയാണെന്ന് പറയലല്ല. ഇസ്ലാമിൻ്റെ അഭിപ്രായത്തിൽ, മുസ്ലിങ്ങളുടെ അഭിപ്രായത്തിൽ ഇസ്ലാം മതം മാത്രമേ ശരിയുള്ളൂ എന്ന് കരുതിയിട്ട് വേറുള്ളവരൊക്കെ ഇവിടുന്ന് ഒഴിവാക്കണമെന്നൊന്നുമില്ല. ശരിതുള്ളൂ, അത് ശരിയാണ്. ബാക്കി നമ്മുടെ അഭിപ്രായത്തിൽ ശരിയല്ല, അവരുടെ അഭിപ്രായത്തിൽ ശരിയാണ്. ഓലങ്ങനെ ജീവിച്ചു പോകുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇന്ത്യക്കാരാവുള്ളൂ. അംഗീകരിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. പിന്നെ ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഇതൊന്നിട്ടല്ലേനും, അത് വേറെ സാധനമാണ്. മനുഷ്യത്വം കാണിക്കാൻ മതം നമ്മളതാവണം നിർബന്ധമൊന്നുമില്ല. ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഉമ്മത്ത്, മില്ലത്ത് തുടങ്ങിയ വാക്കുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സമീപനങ്ങളിലേക്ക് പേര് പറയാൻ എനിക്ക് പ്രയാസമുള്ള അറബി രാജ്യങ്ങൾ വരെ വന്നു ചേർന്നിട്ടുണ്ട്. നമുക്ക് പേര് പറയാൻ പ്രയാസമാണ്. അങ്ങനത്തെ അറബി രാജ്യങ്ങൾ വരെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നിട്ടുണ്ട്. ഈ കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടുള്ളവരെയാണ് നിലവിൽ ആഗോള സുന്നികൾ എന്ന് വിളിക്കുന്നത്. ലോകാടിസ്ഥാനത്തിലെ സുന്നികൾ എന്ന് പറയുന്നത് നിലവിൽ ആ കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടുള്ളവരാണ്. ഈ കാഴ്ചപ്പാടിന് എതിരെ നിൽക്കുന്ന ആളുകളെ നിലവിൽ ഷിയാക്കളായി മുദ്രയടിച്ചിട്ടുണ്ട്. ഷിയാക്കൾ അങ്ങനെയാണ്, അല്ലാന്നല്ല. പക്ഷെ എല്ലാവരും ഷിയാക്കളല്ല. ഇപ്പം നമ്മളൊക്കെ എണ്ണീറ്റുള്ളത് ഷിയാക്കളുടെ കൂട്ടത്തിലാണ്. ഷിയാക്കളുടെ കൂട്ടത്തിൽ ലോകവ്യാപകമായി എണ്ണി വരുന്ന മറ്റൊരു വിഭാഗമാണ് സൂഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളൊന്നുകിൽ സൂഫിയിലെണ്ണും, അല്ലെങ്കിൽ നമ്മളെ ഷിയാക്കളിലെണ്ണും. നമുക്ക് സൂഫി ആവാനുള്ളൊരു യോഗ്യതയില്ല, വേറെ കാര്യം. ഷിയാക്കൾ ഏതായാലും നമ്മളോട്ട് അല്ലേനും. പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ആഗോള സുന്നിസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനമായി ഇന്ന് മാറിയിട്ടുള്ള ഒരു കാലത്താണ് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മളെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം. നമുക്കൊരുപാട് പ്രത്യേകതകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രത്യേകത, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുക്കും. അത് നമ്മളൊരു പ്രത്യേകതയാണ്. നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കൽ റബീഉൽ അവ്വൽ 12-നാണ്. പണ്ടന്നെ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്, ഇനി അങ്ങനെ തന്നെ വേണ്ടത്. റബീഉൽ അവ്വൽ 12 ആയാൽ ബദരീങ്ങളെ ആണ്ടിനേക്കാൾ, മജ്‌ലിസുന്നൂർ വാർഷികത്തിനേക്കാൾ, കഥാപ്രസംഗ പരിപാടിയേക്കാൾ, വലിയൊരു നാളിനേക്കാൾ, ചെറിയൊരു നാളിനേക്കാൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുക റബീഉൽ അവ്വൽ 12-നാണ്. എന്താ കാരണം? റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനം അല്ല, റസൂലിൻ്റെ ജന്മദിനവും അല്ല. റബീഉൽ അവ്വൽ 12 മുഹമ്മദിൻ്റെ ജന്മദിനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലായാലാണ് നബിയെയും റസൂലിനെയും മനസ്സിലാവുക. നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞത്. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യനായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത എന്താ? നബിതങ്ങളുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത. നബിതങ്ങളുടെ പ്രത്യേകത മനസ്സിലാക്കി എന്നുള്ളതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കച്ചവടത്തിന് വേണ്ടി പോയി. കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വഴിയിൽ നിന്ന് മക്കയിൽ ഇല്ലാത്ത കുറേ സാധനങ്ങൾ വാങ്ങി മടങ്ങി വന്നു. ആ കൊടുന്ന സാധനങ്ങൾ ഇങ്ങനെ വിൽക്കണതിൻ്റെ ഇടയിൽ ലാനത്തുല്ലാഹി അലൈഹിയായ അബൂജാഹിൽ ചെന്നിട്ട് വല്ല ബാക്കിൽ നിന്ന് ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു, അബൂബക്കറെ പുതിയ വല്ല വിവരം എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടോ ചോദിച്ചു. അബൂബക്കർ എന്നല്ല, അന്നത്തെ പേര് അബ്ദുൽ കഅബ എന്നാണ് കേട്ടോ. നമുക്ക് പറയാൻ പറ്റിയ പേര് അതായതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇല്ല, പുതിയ പേരൊന്നുമില്ല പറഞ്ഞു.
എൻ്റെ വലിയ അടുത്ത കൂട്ടുകാരനുണ്ടല്ലോ മുഹമ്മദ്, വൻ നബിയാണ് എന്ന് പറയുന്നുണ്ട് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹുവിന് നേരെ പെരെ പോയിട്ടൊന്ന് കുളിച്ചുങ്ങാണ്ട് കന്തൂരൊക്കെ മാറ്റിയിട്ട് നബി തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കേൾക്കണ വിവരം ശരിയാണോ ചോദിച്ചു. ആ ശരിയാണ്, അള്ളാഹു എന്നെ നബിയാക്കിയിട്ടുണ്ട്, എനിക്ക് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു. എന്തേ കാരണം? ഈ നുബുവത്തിന് മുമ്പുള്ള മുഹമ്മദിനെ സിദ്ദീഖിന് അറിയാം എന്നുള്ളതാണ് കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലോണം ആലോചിക്കട്ടോ. നുബുവത്ത് കിട്ടി, നബി ആയതിനു ശേഷം ആദ്യം ചെയ്യണത് അബൂ ഖുബൈസ് എന്ന മലൻ്റെ മേലേക്ക് തൻ്റെ കുടുംബക്കാരെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ മലയുടെ അപ്പുറത്ത് ഒരു ശത്രു സൈന്യം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ? അബൂ ഖുബൈസ് മല പറഞ്ഞത് നിങ്ങൾ കണ്ടുകണോ? ഹറമിൻ്റെ അടുത്ത് നമ്മൾ സഫാ മർവൻ്റെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പാലസ് കാണുമല്ലോ, ആ പാലസ് നിൽക്കുന്ന സ്ഥലമാണ് അബൂ ഖുബൈസ് മല. അതിൻ്റെ ഒരു പുറത്താണ് ആമിന ബീവി താമസിച്ചിരുന്ന വീട്, ലൈബ്രറിയൊക്കെ ഉള്ള സ്ഥലം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിന്ദാവൂദ് ബിൽഡിങ്, അവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പെര. അതായത് അബൂ ഖുബൈസ് മലയുടെ രണ്ട് ഭാഗത്തും ആൾ താമസമുണ്ട്. അന്നേ, ഇപ്പോഴല്ല, അന്ന് രണ്ട് ഭാഗത്തും ആൾ താമസമുണ്ട്. ഈ മലൻ്റെ മേലെ കയറിയിട്ട് ചോദിക്കുകയാണ്, ഈ മലൻ്റെ അപ്പുറത്ത് ഒരു ശത്രു സൈന്യം നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഓല് പറഞ്ഞു, നീ പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കും. ആ നീ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഈ 40 വയസ്സിന് മുമ്പുണ്ടായ സംഗതിയാണ്. അതങ്ങോട്ട് കയറുന്നതിനാണ് മുഹമ്മദ് നബി കൽബ് കയറുക എന്ന് പറയണത്. നുബുവത്തിനെയും റിസാലത്തിനെയും വിശ്വസിക്കുന്നതിനേക്കാൾ പ്രയാസമുണ്ട് മുഹമ്മദീയത്തിനെ വിശ്വസിക്കാൻ. അതങ്ങോട്ട് കയറ്റലാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പണി. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനം അല്ല, റസൂലിൻ്റെ അല്ല, മുഹമ്മദിൻ്റെ ജന്മദിനമാണ്. എന്നിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയാണ് നബി ആയത്. അതാണ് സംഗതി. യഥാർത്ഥത്തിൽ ഖുർആൻ ഷരീഫ് മുഹമ്മദ് നബി നബിയാണെന്നതിൻ്റെ തെളിവാണ്. ഖുർആൻ നമുക്കിറങ്ങിയതല്ലല്ലോ, ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ്. നിസ്കാരം അള്ളാഹു തആല നമുക്ക് തന്നതല്ല. നിസ്കാരം അള്ളാഹു മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് മുഹമ്മദ് നബി നമുക്ക് തന്നതാണ്. നോയമ്പും അള്ളാഹു തആല നമുക്ക് തന്നതല്ല. നോയമ്പ് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിട്ട് നബി തങ്ങൾ നമുക്ക് തന്നതാണ്. ഞമ്മക്ക് അള്ളാഹു തന്നത് മുഹമ്മദ് നബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹല്ലുക്കും ഫിദ്ദുന്യാ ഇയ്യായ, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം ഞാനാകുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാളെ മഹ്ശറയിൽ ആദ്യമായി വിചാരണക്ക് വിളിക്കുക നമ്മളെയായിരിക്കും. എന്താ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് നമ്മൾക്കായിരിക്കും. എന്തേ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് കാരണം. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളുടെ ഒന്നാമത്തെ പ്രത്യേകത മുത്തുനബിനോട് അടങ്ങാത്ത താല്പര്യം. അതുകൊണ്ട് നമ്മളെ പഴയ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുക റബീഉൽ അവ്വൽ 12. റബീഉൽ അവ്വൽ 12 നബിദിന പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ട് സദർ ഉസ്താദിനോട് ചോദിക്കും, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാവുമോ എന്ന്. കാരണം ഇതിങ്ങനെ കഴിയണതിനനുസരിച്ച് അടിയിൽ നിന്ന് ഇങ്ങനെ കയറി വരും. അപ്പോൾ സദർ ഉസ്താദ് പരിപാടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 10-40 മിനിറ്റ് ബാക്കി വെച്ചിട്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ കയറിയിട്ട് അങ്ങോട്ട് പാടും. അപ്പോൾ ഗൾഫിൽ നിന്ന് ലീവിന് വന്ന കുട്ടികളുണ്ടാവും, ഓലെ കീശയിലുണ്ടാവും 500ൻ്റെ നോട്ട്, അതിങ്ങനെ എടുത്തിട്ട് കവറിലിട്ടിട്ട് ഇങ്ങനെ കൊടുക്കും. ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കൽ റബീഉൽ അവ്വൽ. എന്തേ? മുഹമ്മദ് നബിയോടുള്ള അടങ്ങാത്ത താല്പര്യം സുന്നികളുടെ വലിയ പ്രത്യേകതയാണ്.